ഗായ്സ് ഈ PSC പഠിക്കുന്നവർ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും നല്ല ഭക്തിയുള്ള ആൾക്കാരായിരിക്കും, നല്ല ദൈവവിശ്വാസികളായിരിക്കും. ഇനി ഇച്ചിരി ഭക്തി കുറഞ്ഞാൽ തന്നെ നമ്മുടെ എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും ആ ഭക്തി നന്നായിട്ട് കൂടും. എന്നാൽ എക്സാമിന് പോയിട്ട് എക്സാം ടഫാണെങ്കിൽ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ഒന്ന്, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു പ്രാർത്ഥിച്ചു, പക്ഷേ എക്സാം ടൈറ്റായിരുന്നു, ഇനി പ്രാർത്ഥന പരിപാടി ഒന്നുമില്ല, പരിപാടി ഞാൻ നിർത്തി എന്ന് ചിന്തിക്കുന്നവരും. എന്നാൽ എക്സാം ടൈറ്റായതും കുഴപ്പമില്ല, എനിക്കിതിലും വലുതെന്തോ കിട്ടാനുണ്ട്, എനിക്കിതിലും വലുതെന്തൊക്കെയോ വരാനുണ്ട് ലൈഫിൽ, അതുകൊണ്ടാണ് ഇത് ടൈറ്റായത്, ഇതൊന്നും വിഷയമല്ല, ഞാൻ സ്റ്റിൽ എൻ്റെ പ്രാർത്ഥനയും പരിപാടിയൊക്കെ തുടരും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇനി എക്സാം എങ്ങനെ എളുപ്പമായാലും ചെറിയ രീതിയിൽ വിശ്വാസമുള്ളവരോട്ട് വലിയ വിശ്വാസമുള്ളവരെ ഫിക്സ് ദൈവമുണ്ട്, ഇനി എന്തായാലും ദൈവമുണ്ട്, കാരണം എക്സാം എളുപ്പമായി എൻ്റെ കരിയർ സക്സസ് ആകാൻ പോകുന്നു, അതുകൊണ്ട് എനിക്ക് ദൈവമില്ലാതൊരു പരിപാടിയില്ല, വഴിപാട് നേർച്ച ഇതിൻ്റെ പുറകെ പോകും. എന്നാൽ ലോജിക്ക് വെച്ച് നമ്മൾ മര്യാദയ്ക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിലൊക്കെ എത്രത്തോളം കാര്യമുണ്ടെന്ന്. അതായത് മൈൻഡ് നല്ല ടഫായിട്ടുള്ള ആൾക്കാർ, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ദൈവം എന്ന കൺസെപ്റ്റിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. ദൈവത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് ആരുടെ ആവശ്യമില്ല. കാരണം അവർക്ക് സർവൈവ് ചെയ്യാൻ അവർ തന്നെ മതി. വേറൊരാളുടെ സപ്പോർട്ടോ, ഇപ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ടോ ഇപ്പോൾ വിസിബിൾ ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ടോ വേണ്ട. കാരണം അതെല്ലാം നമ്മുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇനി പേഴ്സണലി പറയുകയാണെങ്കിൽ ദൈവം എന്നൊരു കൺസെപ്റ്റ് കീപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ. എന്താ വെച്ചാൽ എനിക്ക് മുന്നോട്ട് നല്ലൊരു ഹോപ്പ് തരുന്ന ഒരു വലിയ സംഭവമാണ് ഈ ഒരു കൺസെപ്റ്റ്. ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു, ഫ്രണ്ടല്ല, എന്നെക്കാളും കുറച്ച് ഏജ് കൂടിയ ആൾ. ഞങ്ങൾ പണ്ട് ഷോർട്ട് ഫിലിംസിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു. നല്ല ഭയങ്കര കഴിവുള്ള ആളാണ്, അക്കാദമിക്ക് നല്ല കഴിവുള്ള ആൾ, അല്ലാണ്ട് നല്ല കഴിവുള്ള ആളാണ്. അപ്പോൾ പുള്ളി എന്നോട് സുഖമാണെന്ന് ചോദിച്ചു, ഞാൻ സുഖമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ഗ്യാപ്പ് കൂടെ എന്താക്കി, ഞാൻ എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഗ്യാപ്പ് കൂടെ കയറ്റി വിട്ടു പറഞ്ഞു. അപ്പോൾ പുള്ളി അതൊക്കെ കേട്ടിട്ട് പുള്ളീൻ്റെ സ്റ്റോറി പറയാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും 10-20 ഇരട്ടി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് പുള്ളി ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. അത് മാത്രമല്ല, ഇപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതോ അക്കാദമിക്കലി നല്ല സ്കില്ലുള്ള, പഠിച്ചെടുത്തൊക്കെ നല്ല മാർക്ക് വാങ്ങി പാസ്സായ ആളിപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും പ്രശ്നങ്ങളില്ല, ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ പുള്ളീനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാനിത് പറഞ്ഞത് എൻ്റെ അറിവിൽ പുള്ളി വളരെ പാവമായിട്ടുള്ള, ആർക്കൊരു ഉപദ്രവമില്ലാണ്ട് പോകുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എന്തിനാണ് ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് മനുഷ്യരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാലോചിക്കുമ്പോഴും, അന്ന് നമ്മുടെ വയനാട്ടിൽ ഉരുൾ പൊട്ടിയപ്പോഴും, കുറേ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോഴും, ചെറിയ ചെറിയ കുട്ടികൾക്ക് ക്യാൻസർ, അതൊക്കെ കാണുമ്പോഴും ഒക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു സംശയം വരുന്നത്. ഇങ്ങനെ ഒരാളുണ്ടോ ഇത്രയും പ്രശ്നങ്ങളിടയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് എനിക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ കാര്യങ്ങൾ കേട്ട് അതൊക്കെ നടത്തിത്തരുന്ന ഒരാളുണ്ടോ എന്ന സംശയം എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലട്ടാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി മൈൻഡിൽ നിൽക്കുമെങ്കിലും എല്ലാത്തുനിന്നും വിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്വാർത്ഥരാണല്ലോ. പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങും. ആ സമയത്ത് വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് പോകും. കാരണം നമ്മളെക്കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കും നമുക്ക് ചുറ്റും നടക്കുക, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി സംഭവിക്കുക. അതൊക്കെ ഡീൽ ചെയ്യാൻ ഇൻവിസിബിളായിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അത് തന്നെയാണ് ഞാൻ എൻ്റെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്. അതായത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, എന്നെ കെയർ ചെയ്യാൻ ആരോ ഉണ്ട്, എനിക്ക് ഹോപ്പ് തരുന്ന ആരോ ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ എനിക്ക് നാളത്തേക്ക് ഹോപ്പില്ലാണ്ടോ. അപ്പോൾ ആ ഒരു ഹോപ്പിന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു ചിന്ത ആവശ്യമാണ്. എനിക്ക് ദൈവം എന്നതിലുപരി ഒരു ഇമാജിനറി ഫ്രണ്ട്, എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്ന, എനിക്ക് ഫ്യൂച്ചറിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമാജിനറി ഫ്രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഭയങ്കരമായിട്ടുള്ളൊരു ഹോപ്പ് വരുന്നുണ്ട്. അതെന്തായാലും മുന്നോട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ഹോപ്പ്. ഇപ്പം എന്തായാലും എനിക്ക് അങ്ങനെയൊക്കെയാണ്, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇതൊരു പോസിറ്റീവ് തരുന്നൊരു സാധനമാണ് കേട്ടോ ലൈഫിൽ.